വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. കേരള തീരത്തിനകലെ അറബിക്കടലിൽ കപ്പലിൽ നിന്നും കാർഗോ കടലിൽ പതിച്ചു. അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കാർഗോ എന്നാണ് കോസ്റ്റ് ഗാർഡ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കേരള തീരത്ത് കാർഗോ വന്നടിയാൻ സാധ്യതയുണ്ട്. ജനങ്ങൾ അടുത്തേക്ക് പോവുകയോ തൊടുകയോ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം. അർജുൻ വളരെ ഗുരുതരമായ ഒരു ജാഗ്രത നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു. ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് വിവരങ്ങൾ? അല്പസമയം മുൻപാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കോസ്റ്റ് ഗാർഡിൽ നിന്ന് ഈ വിവരം ലഭിക്കുന്നത്. അതായത് കേരള തീരത്തിന് അകലെ അറബിക്കടലിൽ കപ്പലിൽ നിന്ന് ഒരു കണ്ടെയ്നർ കടലിലേക്ക് വീണിട്ടുണ്ട്. അത് അപകടകരമായ വസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കണ്ടെയ്നർ ആണെന്നുള്ളതാണ് കോസ്റ്റ് ഗാർഡ് നൽകിയിട്ടുള്ള വിവരം. അത് കേരള തീരത്തേക്ക് വരുവാനുള്ള സാധ്യത കൂടി ഉണ്ടെന്ന് കോസ്റ്റ് ഗാർഡ് വിവരം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ കേരള തീരത്ത് ഇത് കാണുകയാണെങ്കിൽ അത് സ്പർശിക്കാൻ പോകരുത്, അത് എടുക്കാൻ പോകരുതെന്ന നിർദ്ദേശമാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. അത് ആ വിവരം ആ കാര്യം ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അല്ലെങ്കിൽ 112 112 എന്ന നമ്പറിൽ വിവരം അറിയിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്താണ് ഈ കണ്ടെയ്നറിനകത്ത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല, അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷേ അപകടകരമായ വസ്തുക്കൾ അടങ്ങുന്ന കണ്ടെയ്നറാണ് എന്നുള്ളത് കോസ്റ്റ് ഗാർഡ് അറിയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയ അറിയിപ്പ്. ഈ കാർഗോയ്ക്കുള്ളിൽ അപകടകരമായ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെന്നാണോ? തീർച്ചയായും അങ്ങനെയാണ് കോസ്റ്റ് ഗാർഡ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ നിർദ്ദേശം. ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസിന്റെ ശബ്ദ സന്ദേശം കൂടി അതിനൊപ്പം ഉണ്ടായിരുന്നു. വേണമെങ്കിൽ അല്പസമയത്തിനകം നമുക്ക് പ്ലേ ചെയ്ത് ആളുകളെ കേൾപ്പിക്കാനും കഴിയും. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണാമെന്നും അറിയിച്ചിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡാണ് ഈ വിവരം ദുരന്ത നിവാരണ അതോറിറ്റിയെ വിളിച്ച് അറിയിക്കുന്നത്. ആ നിർദ്ദേശം നൽകിയ സന്ദേശം ഇങ്ങനെയായിരുന്നു: കേരള തീരത്തിന് അകലെ അറബിക്കടലിൽ ഒരു കണ്ടെയ്നർ ലോറിയിൽ നിന്ന് വീണിട്ടുണ്ട്. ആ കണ്ടെയ്നറിനകത്ത് അപകടകരമായ വസ്തുക്കൾ അടങ്ങിയതാണ് ആ കണ്ടെയ്നർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കേരള തീരത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ ആളുകൾ അതിനടുത്തേക്ക് പോകുകയോ അത് സ്പർശിക്കാനോ നിൽക്കരുത് എന്നതാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം. ഒപ്പം തന്നെ അങ്ങനെ ഒരു കണ്ടെയ്നർ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കാൻ ശ്രദ്ധിക്കണം. 112 എന്ന നമ്പറിൽ വിളിച്ചറിയിക്കാനും ഇപ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള തീരത്ത് തന്നെ വന്നടിയാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഒപ്പം തന്നെ എണ്ണപ്പാട പോലെ കണ്ടാൽ പോലും അത് സ്പർശിക്കരുതെന്ന നിർദ്ദേശം കൂടി, കടലിൽ എണ്ണമയം പോലെ വന്നാൽ പോലും അത് സ്പർശിക്കരുതെന്ന കർശനമായിട്ടുള്ള നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇത്തരത്തിൽ കണ്ടെയ്നർ താഴേക്ക് കടലിലേക്ക് പതിച്ചെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇനി സ്ഥിരീകരിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ ഈ കണ്ടെയ്നറിനകത്ത് എന്താണെന്നുള്ളത് കോസ്റ്റ് ഗാർഡ് അത് പരിശോധിച്ച ശേഷം അതിന്റെ അംശങ്ങളൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. പക്ഷേ അർജുൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അദ്ദേഹത്തിന്റെ ശബ്ദ സന്ദേശം ലഭ്യമാണ് പ്രേക്ഷകരിലേക്ക്. ഇതിനുള്ളിൽ കണ്ടെയ്നറിനുള്ളിൽ എന്തൊക്കെ വസ്തുക്കളാണ് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല. അത് കണ്ടെയ്നർ ഷീറ്റൊക്കെ കോസ്റ്റ് ഗാർഡിന് കിട്ടിയാൽ മാത്രമേ അറിയുള്ളൂ എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഇതിൽ ഡേഞ്ചറസ് ഗുഡ്സ് ഉണ്ട്, എണ്ണയുണ്ട്. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇങ്ങനെ കേരള തീരത്ത് വന്നടിയുന്ന ഒരു കണ്ടെയ്നറും ഒരു വസ്തുവും അപൂർവമായി കാണുന്ന ഒരു വസ്തുവും സ്പർശിക്കരുത്. അത് അന്നേരം തന്നെ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ 112 അറിയിക്കേണ്ടതുണ്ട്. കേരള തീരത്ത് ഈ കാർഗോ വന്നടിയാനുള്ള സാധ്യതയുണ്ട്. ഈ കണ്ടെയ്നറുകളും അതുമായി ബന്ധപ്പെട്ട് എണ്ണയും. അത്തരം ഒരു സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഒരു കാരണവശാലും ഈ കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോവുകയോ അതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് കോസ്റ്റ് ഗാർഡിൽ നിന്ന്. ഈ വിവരം പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. ചില പ്രദേശങ്ങളിലെങ്കിലും എണ്ണപ്പാട വന്നടിയാനുള്ള സാധ്യതയുണ്ട്. അതുണ്ടെങ്കിൽ കോസ്റ്റ് ഗാർഡ് ആ സമയത്ത് നമ്മളെ അറിയിക്കും. ശരി, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്തെന്ന് വെച്ചാൽ ഈ കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ കപ്പൽ ചരിഞ്ഞു എന്ന വിവരമുണ്ട്. സൈഫുനീസ പറയാം, എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്? കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ കപ്പൽ ചെരിഞ്ഞതെന്നാണ് നമുക്കിപ്പോൾ ഡിസാസ്റ്റർ അതായത് കപ്പൽ അപകടം അതിലേക്ക് പോവുകയാണോ സൈഫുനീസ?
അതായത് കാലാവസ്ഥ വളരെ മോശമാകുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ശക്തമായ മഴയും കാറ്റും ഒക്കെ ഈ കൊച്ചി തീരത്ത് ഉണ്ട്, പ്രത്യേകിച്ച് അറബിക്കടലിൽ. അതുകൊണ്ട് തന്നെ ഈ കപ്പലിന്റെ യാത്രയിൽ അത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കപ്പൽ ഈ കാറ്റിൽ ചെരിഞ്ഞതായതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ചെരിഞ്ഞ സമയത്താണ് ഇതിലുണ്ടായിരുന്ന ചില കണ്ടെയ്നറുകൾ, അത് ഒന്നിലധികം കണ്ടെയ്നറുകളുണ്ട്. ഈ കണ്ടെയ്നറുകൾ കടലിലേക്ക് വീഴുകയായിരുന്നു. ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത് എണ്ണ സ്റ്റോറേജ് സാധനങ്ങളാണ് ഉള്ളതാണെന്ന് മനസ്സിലാവുന്നത്. അത് മറൈൻ ഫ്യൂവലും മറൈൻ ഗ്യാസ് ഓയിലും മറൈൻ സോയിൽ ഓയിലും ആണ് ഇപ്പോൾ ഉള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഈ തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകി വരാനുള്ള സാധ്യതയുണ്ട്. ഈ തീരത്തെല്ലാം തന്നെ എണ്ണപ്പാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊതുജനങ്ങൾ ആരും കടലിന്റെ തീരത്തേക്കോ ഇല്ലെങ്കിൽ ഇതിൽ സ്പർശിക്കുകയോ ചെയ്യരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കൊച്ചിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എല്ലാ തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ എണ്ണ ഒഴുകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണിത്. ഒന്നിലധികം കണ്ടെയ്നറുകളാണ് ഈ കപ്പലിൽ നിന്ന് വീണിരിക്കുന്നത്. വലിയ അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. കപ്പലിന് അപകടം സംഭവിച്ചിട്ടില്ല, പക്ഷേ ഈ കണ്ടെയ്നറുകൾ ഒഴുകിപ്പോയിട്ടുണ്ട്. അത് ഒന്നിലേറെയുണ്ട്, 5-ൽ കൂടുതലുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. കൊച്ചിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ ആയതുകൊണ്ട് തന്നെ കൊച്ചി തീരത്തേക്ക് കണ്ടെയ്നറുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. കണ്ടെയ്നറുകൾ എത്തിയില്ലെങ്കിൽ പോലും കണ്ടെയ്നറിലുള്ള ഈ ഓയിൽ, ഗ്യാസ് അടക്കമുള്ള സാധനങ്ങളെല്ലാം കടലിൽ പടരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കടലിലേക്ക് ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. ഒപ്പം തന്നെ ഈ എണ്ണപ്പാട ഉണ്ടെങ്കിൽ അത് സ്പർശിക്കുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെടുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളിലും ഏർപ്പെടരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അറിയിക്കുന്നത്. ശരി സേഫിനീസ്, അർജുൻ കൂടി തുടരുന്നുണ്ട്. അർജുൻ, ഇതിപ്പോ നമ്മൾ ആദ്യം ഒരു കാർഗോ മറിഞ്ഞു എന്നതിൽ തുടങ്ങി, പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഒരു ഏറെക്കുറെ ഒരു കപ്പൽ അപകടം എന്നൊരു മട്ടിലേക്കാണ്. അതും 5ഓളം ഈ കാർഗോ മറിഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. സേതു, അത് കുറച്ചുകൂടി ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളാണ്. കാരണം ഇതിനകത്ത് എന്താണെന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല. ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് ഇത് മറൈൻ ഗ്യാസ് ഓയിൽ എന്ന് കൺഫേം ചെയ്യുന്നുണ്ട്. അത് ഏത് തരത്തിലാണെന്നുള്ളത് ഇനി സ്ഥിരീകരിക്കേണ്ടതാണ്. എന്തായാലും എണ്ണപ്പാട കടലിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആശങ്കപ്പെടുത്തുന്ന അല്ലെങ്കിൽ എല്ലാവരും ജാഗ്രതയോടെ കാണേണ്ടത് അത് കേരള തീരത്തേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് സ്പർശിക്കാനൊന്നും പോകരുത്, അതിനടുത്ത് പോകരുത് നിർദ്ദേശം കർശനമായി പാലിക്കാനാണ് ഈ ഘട്ടത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശമായി നൽകിയിട്ടുള്ളത്. ഇത് എന്താണ് എന്നുള്ളത് ഇനിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക. അപ്പോൾ ഒരു കൗതുകത്തിന്റെ പുറത്തൊന്നും ഇത് അടുത്ത് പോയി കാണാനോ സ്പർശിക്കാനോ നിൽക്കരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കാൻ ഇപ്പോൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കാനും ആളുകൾ തയ്യാറാകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ തീരദേശവാസികളും ദയവായി അതിനടുത്തേക്ക് പോകരുത്, തുടരുത്. 112-ൽ വിളിച്ചറിയിക്കുക. പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പോലീസും കോസ്റ്റ് ഗാർഡും ആവശ്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിക്കും. ഇപ്പോൾ സാധ്യത കൂടുതൽ വടക്കൻ കേരള തീരത്തിലേക്കാണ്. കാരണം ഇപ്പോഴത്തെ അത് വീണ സ്ഥലത്ത് നിന്ന് നമ്മൾക്ക് ഇൻകോയ്സിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ശരത് ആപ്ലിക്കേഷനിൽ വടക്കൻ തീരത്തേക്കാണ് എത്താൻ സാധ്യതയായി പ്രോബബിലിറ്റി കൂടുതൽ കാണിക്കുന്നത്. പക്ഷേ ഇതിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാകാം. ചിലപ്പോൾ കാർഗോ തെക്കോട്ടങ്ങ് ഒഴുകി നമ്മളുടെ കടൽ തീരത്ത് നിന്നേ ഒഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമ്മളിപ്പോൾ സ്പെക്കുലേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമല്ല. പൊതുസമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം ദയവായി ഈ വിവരം അറിയിക്കുന്നു. ആരെങ്കിലും ഇത് കണ്ടാൽ തുടരുത്, അടുത്തു പോകരുത്. 112-ൽ വിളിച്ചറിയിക്കുക. അതിന് ഉചിതമായ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നത് മാത്രം അറിയിക്കും. ഇല്ല, അത്തരം വിവരങ്ങൾ നമ്മളുടെ ഒരു മാൻഡേറ്റിൽ വരുന്ന കാര്യമല്ല. കടലിനുള്ളിലുള്ളതാണ്, കോസ്റ്റ് ഗാർഡിന്റെ ചുമതലയിൽപ്പെടുന്ന വിഷയമാണ്. നമ്മൾക്ക് അറിയിക്കാനുള്ളത് ദയവായി പൊതുസമൂഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നുള്ളതാണ്. അത് തുടരുത്, അടുത്തേക്ക് പോകരുത്, എണ്ണപ്പാടയിൽ പോലും സ്പർശിക്കുകയോ ഒന്നും ചെയ്യരുത്. കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ കൗതുകം കാണും, എണ്ണയൊക്കെ തീരത്ത് കിടക്കുന്നത് കാണുമ്പോൾ അത് സ്പർശിക്കരുത്. അപ്പോൾ തന്നെ 112-ൽ അറിയിക്കുക. അതിന് വേണ്ടുന്ന നടപടികൾ നമ്മൾ വെരി ലോ സൾഫർ കണ്ടന്റ് ഉള്ള ഓയിലാണ്. അത് എന്ത് തരത്തിൽ മനുഷ്യന് അപകടകരമാകുമെന്നുള്ളത് നമ്മൾക്ക് ഇനി അറിയേണ്ടിയിരിക്കുന്നു. അത് PCBയിൽ നിന്ന് വ്യക്തമായി അനലൈസ് ചെയ്ത് അറിയിക്കും. ഇത് മനുഷ്യന്റെ ശരീരത്തിനോടുള്ള അപകടമാണോ അല്ലെങ്കിൽ അവിടുത്തെ എക്കോസിസ്റ്റത്തിനുള്ള അപകടമാണോ, ഇത് ഫ്ലാമബിൾ ആണോ, ഈ കാര്യങ്ങൾ ഇനി അറിയേണ്ടതുണ്ട്. ഞാൻ അറിഞ്ഞ് ഏതാണ്ട് 10 മിനിറ്റിനുള്ളിലാണ് മാധ്യമങ്ങൾക്ക് ഇത് അറിയിക്കാനുള്ള അനുമതി ലഭിച്ചത്. അപ്പോൾ തന്നെ ഇത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇനി വരുന്നതനുസരിച്ച് ഇനിയും ഉയർന്ന തലങ്ങളിൽ നിന്ന് നിങ്ങളെ അറിയിക്കും.
ഓക്കെ, നമ്മൾക്കൊരു ഞാൻ എപ്പോഴാണ് മെസ്സേജ് ഇട്ടത്, ആ മെസ്സേജ് ഇട്ടതിനൊരു 10 മിനിറ്റ് മുമ്പാണ് ഈ വിവരം നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ എല്ലാ കളക്ടറേറ്റുകളെയും, തീരദേശത്തെ കളക്ടറേറ്റുകളെയും, ഫിഷറീസിനെയും കോസ്റ്റൽ പോലീസിനെയും എല്ലാം അറിയിച്ചിട്ടുണ്ട്. നമ്മൾ തീരം നിരീക്ഷിക്കണമെന്ന് പോലീസിനോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എല്ലായിടത്തും നമ്മളുടെ സംവിധാനങ്ങളുടെ കണ്ണെത്തിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് പൊതുസമൂഹത്തിനോടും പറയുന്നത്, ദയവായി തുടരരുത്, ദയവായി അതിനടുത്തേക്ക് പോകരുത്, 112-ൽ വിളിച്ചറിയിക്കുക ഇത് കണ്ടാൽ. താങ്ക് യു. ഓക്കെ, കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ മെമ്പർ സെക്രട്ടറിയായ ശേഖർ കുര്യാക്കോസ്, അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. ഇതിപ്പോ ഈ അപകടം സംഭവിച്ചു, പക്ഷേ ഈ അപകടത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമല്ല. കോസ്റ്റ് ഗാർഡ് അറിയിച്ചതിനെ തുടർന്ന് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് VLSFO, അതായത് വെരി ലോ സൾഫർ ഫ്യൂൽ ഓയിലാണ്. അതേ ടൈപ്പ് ഓഫ് മറൈൻ ഫ്യൂൽ ഓയിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കോസ്റ്റ് ഗാർഡ് കൺഫേം ചെയ്ത, കോസ്റ്റ് ഗാർഡ് സ്ഥിരീകരിച്ച ഒന്നാണ്. ഒരു മറൈൻ ഫ്യൂൽ ഓയിലാണ് അതിനകത്തുള്ളത്, ഈ മറിഞ്ഞ കണ്ടെയ്നറിനകത്ത് ഉള്ളത് മറൈൻ ഫ്യൂൽ ഓയിൽ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിലവിൽ വടക്കൻ തീരത്തേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപകട സാധ്യത എത്രത്തോളമാണ് എന്നുള്ള കാര്യം അറിയില്ല, അത് കണ്ടെത്തണം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഒരു എണ്ണയുടെ പാടയെങ്കിലും ഈ കടൽ തീരത്ത് കാണുകയാണെങ്കിൽ അതിലൊന്നും തുടരുത് എന്നാണ് ഇപ്പോൾ അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഒപ്പം തന്നെ എല്ലാ കളക്ടറേറ്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്.